മാൽഡീവ്സിലെ ടൂറിസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വരുമാന മാർഗം ഫിഷിംഗ് ആണ്. മാൽഡീവ്സിലെ ഫിഷ്, അതിന്റെ വില കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് അറിഞ്ഞു നോക്കിയാലോ. ഒരാഴ്ചയായിട്ട് എല്ലാവരും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ തന്നെ മാൽഡീവ്സിലെ ഫസ്റ്റ് ഇൻകം ടൂറിസമാണ്. ടൂറിസം കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള സെക്കൻഡ് ഇൻകം ഫിഷിംഗ് ആണ്. 2-3 ദിവസമായിട്ട് ഇവിടെ ഹെവി റെയിൻ ആയിരുന്നു. അതുകൊണ്ട് മീനിൻ്റെയൊക്കെ വില കുറച്ച് കൂടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ട നെയ്മീനുണ്ട്, വറ്റയുണ്ട്, കോലാനുണ്ട്, അങ്ങനെ ഒരുമാതിരി നമ്മുടെ നാട്ടിൽ എല്ലാ സാധനങ്ങളുണ്ട്. അതല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ വെറൈറ്റി ഫിഷുകളുണ്ട്. റെഡ് സ്നാപ്പർ, ചുമന്ന കളറുള്ളത്, കറുത്ത കളറുള്ളത്, ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല. അതുകൊണ്ട് മോതയൊക്കെ ഉണ്ട്. ഫിഷ് വെച്ചിട്ട് ബാക്കി എല്ലാ സാധനവും, ചിക്കൻ ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, എന്ത് സാധനവും നമുക്ക് ഫ്രോസൺ മാത്രമേ കിട്ടത്തുള്ളൂ. ഫിഷ് മാത്രമാണ് ഇത്രയും നമുക്ക് ഫ്രഷായിട്ട് കിട്ടത്തുള്ളൂ. ഇതൊക്കെ ഒരു 20 കിലോയുടെ അടുത്ത് വെയിറ്റ് ഉള്ള സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് അങ്ങനെ തോന്നണം. വലിയ സാധനം. മാൽഡീവ്സിലെ ഏറ്റവും പോപ്പുലർ നമ്മുടെ നാട്ടിലെ ചൂരയും കേരയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു എന്ന്. അതുകൊണ്ടാണ് മീനിൻ്റെ ക്വാണ്ടിറ്റിയിൽ കുറച്ച് കുറവ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കളങ്കളം പോലെയുള്ള എല്ലാത്തിക്കൂടെയും ഫുള്ളായിട്ട് മീൻ കണ്ടാണ്. ഞാൻ എപ്പോഴും തന്നെ വെറൈറ്റി ഫിഷാണ് ഓരോ പ്രാവശ്യം ട്രൈ ചെയ്യാറ്. കാരണം ഇവിടെ ചൂരയുണ്ട്, നമ്മുടെ നാട്ടിലെ കേരയുണ്ട്. ചൂര തന്നെ 1-2 വെറൈറ്റി ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഓരോ കള്ളി പോലെയുള്ളതൊക്കെ ഓരോ കച്ചവടക്കാരാണ്. അതിന് ഓരോ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്, 10, 11 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കച്ചവടക്കാരാണ്. പൊതുവെ എല്ലാവരും ഇവിടുന്ന് ഫിഷ് മേടിച്ചിട്ട് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്തിട്ടാണ് പോകാറ്. കുറേ പേര് ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു കൗണ്ടറുണ്ട്. അവിടെ പോയിട്ട് ഫിഷിൻ്റെ സൈസും കാണിച്ചു കഴിയുമ്പം അവരൊരു എമൗണ്ട് പറയും. ആ എമൗണ്ട് അടച്ചു കഴിയുമ്പോൾ ഒരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് ഇവർക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ അവർ ഫിഷ് കട്ട് ചെയ്ത് തരും. ഇവർ കട്ട് ചെയ്യുന്നതുകൊണ്ടോ മുള്ളൊന്നും ഇല്ലാണ്ടാണ് കട്ട് ചെയ്ത് ഇവർ എടുത്തുകൊണ്ട് പോകുന്നത്. ഈ മുള്ളൊക്കെ ഇതേപോലെ ആൾക്കാർ കളഞ്ഞിട്ട് പോകുന്നത് ഒരു വേറെ സെപ്പറേറ്റ് ആയിട്ട് മുള്ളും തലയും പിന്നെ വയറിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വിൽക്കാൻ വെക്കും. തലക്കറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തല മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊക്കെ മേടിക്കാൻ പറ്റും. ചില സമയത്തൊക്കെ മാർക്കറ്റ് വരുമ്പം 40 കിലോ 50 കിലോ അതിൻ്റെ മുകളിലുള്ള കേരയൊക്കെ കാണാൻ കിട്ടാറുണ്ട്. ഇത് കണ്ട നല്ല അലുവ കഷ്ണം പോലത്തെ പീസാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. മാൽഡീവ്സിലെ ഒരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഡിഷാണ് കുളിമസ് എന്ന് പറഞ്ഞിട്ട് ടൂണയുടെ ഒരു കറി പോലത്തെ ഒരു സംഭവം. അത് ആദ്യമായിട്ട് കഴിച്ചപ്പോഴാണ് ഇത്രയും വലിയ മുള്ളില്ലാത്ത പീസൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. ഇത്രയും വലിയ ടൂണ നിലവിലൂടെ കിട്ടാറുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഈ ഫിഷ് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വേസ്റ്റെല്ലാം ഇവിടെ ഒരു വീപ്പിക്കകത്ത് ഇങ്ങനെ ഇതേപോലെ ഇട്ട് വെക്കുകയാണ് ഓരോ ആൾക്കാരെ. ഇത് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതല്ലെങ്കിൽ പിന്നെ കളയാറാണ് ചെയ്യാറ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വല്ല ബയോഗ്യാസ് പ്ലാന്റിൽ ഇട്ടുകൂടായിരുന്നു. നാട്ടിൽ പോകുന്നവർക്ക് ഒരു 1 hour 2 hours ഒക്കെ ഫ്ലൈ ആണെങ്കിലും ഇവിടുന്ന് ഫ്രഷ് മീൻ മേടിച്ചിട്ട് പാക്ക് ചെയ്ത് പോയാണ്ടല്ലോ, സൂപ്പറായിരിക്കും.